അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെങ്കിലോ അവർക്ക് പിന്നെ അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് എനിക്ക് ദേഷ്യം വന്ന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർ കുറച്ച് സമയം കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഭയങ്കര കൂളാവും. എന്താണ് ഞാൻ പറഞ്ഞത് പോലും അറിയാം, പറയും ഇവൻ അന്യനാണ് അല്ലെങ്കിൽ അവൾ അന്യനാണോ എന്ന് തോന്നില്ലേ. സത്യം പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ബാക്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ കാണും. അതുകൊണ്ടായിരിക്കും അവർ അതിലോട്ട് ഇങ്ങനെ ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാരണം നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തന്നെ തോന്നി മനസ്സിലാക്കിയതാണ്. അപ്പം ഞാൻ പോലും പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ എടുത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഓൾറെഡി തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഭയങ്കര ഇതായിപ്പോ. പക്ഷെ എങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലായ ഒരു ഓർമ്മ, ചിലർ പറയും ദേഷ്യം വരുമ്പോൾ ഒന്നും ഓർമ്മിക്കാനൊന്നും സമയം കാണത്തില്ല എന്ന് പറയത്തില്ലേ. പക്ഷെ സംഗതി ഇതാണെന്ന് ഒരാളെ പറ്റി പൂർണ്ണമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ദേഷ്യത്തിലേക്ക് വന്ന് ചാടി പഠിക്കുമ്പോൾ മറ്റേ ബാക്കി ഇരിക്കുന്ന ആൾ ചിലപ്പോൾ ഫുൾ ശരിയായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, ഒരു തെറ്റും കാണത്തില്ല. കാരണം ഭർത്താവിന്റെ സൈഡിലായിരിക്കും തെറ്റ്, ഭാര്യ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാര്യ കുറച്ച് സമയം ഭർത്താവ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നിന്റെ വായിൽ കമ്പിട്ട് കുത്തി തരട്ടോ എന്നവരെ ചോദിക്കും, നീ എന്തെങ്കിലും മിണ്ടാത്തേന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ കുറച്ചേരം സൈലന്റ് ആയിട്ട് മിണ്ടാതിരുന്ന് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് കൂളായി വരുമ്പോൾ നിങ്ങൾക്ക് പോയി 10 ചാട്ടം ചാടാം, വേണം ചാടിയിട്ടൊക്കെ വരിക. ഓക്കെ, അപ്പം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്ത് നടക്കുന്ന ഒരു വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു അഫെയർ ഉണ്ടായിരുന്ന ഒരാൾ അതെല്ലാം ഒന്ന് ബ്രേക്കപ്പായി എല്ലാം കഴിഞ്ഞ് പുതിയൊരു ലൈഫിലോട്ട് വരികയാണ്. അവർ പുതിയതായിട്ട് ജീവിതം ജീവിക്കണം, ഇനി ഈ ആളാണ് എൻ്റെ ലോകം, മറ്റേ ആളുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനില്ല. പക്ഷേ ആ ഒരു ഡ്രീം കണ്ടുവന്ന പുള്ളിക്കാരി അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരൻ ഇനി ഈവളാണ് വിചാരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും ആ ഒരാൾക്ക് കിട്ടുന്ന കുറച്ച് എന്തോ പറയാനായിട്ട് നമ്മൾ വിചാരിക്കത്തില്ലേ, ഒരു മാവ് നട്ടു അല്ലെങ്കിൽ ഒരു ഒരു വൃക്ഷം നട്ടു. ആ വൃക്ഷത്തിന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് നിറയെ തണല് കിട്ടും, നിറയെ മാമ്പഴം കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും ആ ഒരാൾ ആ ഒരു മരം നട്ടില്ല. പക്ഷെ ആ മരത്തിൽ നിന്ന് ഒരു ഫലവും കിട്ടുന്നില്ല, തിരിച്ച് എന്താ പറയാനായിട്ട് അഴുകിയ മാങ്ങയാണ് കിട്ടുന്നത്, വിലയെല്ലാം കരിഞ്ഞു പോകുന്നു, ഒരു ശോഷിച്ച മരമാണെങ്കിൽ എന്ത് ചെയ്യും. അപ്പം നമുക്ക് അതിന്റെ വിചാരിച്ചൊരു പ്രതീക്ഷ നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒന്നും കൊടുക്കുന്ന സമയം നമുക്ക് തിരിച്ച് കിട്ടും, എക്സ്പെക്ടേഷൻ ചെയ്യരുത് എന്ന് എല്ലാവരും പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇക്കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരാളെ നമ്പിയാണ് ഇവിടെ വരുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും വിശ്വസിച്ചിവിടെ വരുമ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പുള്ളിക്കാരിക്ക് ആ ഒരാൾ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തിട്ട് വഴക്കാവുന്നു അല്ലെങ്കിൽ ഒന്നും പറഞ്ഞ രണ്ടാമത്തെ വഴക്കാവുമ്പോൾ ഇവിടെ എന്തായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു പയ്യൻ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാവരും കളഞ്ഞിട്ട് ഇയാളാണ് എൻ്റെ ജീവിതം പറഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയാണ്, ഇതിനെക്കാട്ടി ബെറ്റർ ആയിരുന്നു, ഞാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു, അവിടുത്തെ ലൈഫ് മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെയും ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ്, നമ്മൾ ഇവരാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ മറ്റേ നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ഇന്ന് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നല്ല സ്മൂത്ത് ലൈഫ് ആയിരിക്കും ആദ്യമൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്, പിന്നെ ചെറിയ വഴക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. എന്ന് വെച്ചാൽ മറ്റേ പുള്ളിക്കാരി ആ ഒരു ലൈഫ് മറന്നു വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് മറക്കണം എന്ന് പറയുന്നത് ചേനത്തണ്ടായിരിക്കത്തില്ല അല്ലെ. മനുഷ്യരുടെ മനസ്സാണ്, ജീവിത അവസാനം വരെയും നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് വന്നപ്പം നമുക്ക് മറന്നു വരണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു സ്നേഹം കിട്ടുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് ഒരു മറവിലോട്ട് വരും. പക്ഷെ ഒരു മനുഷ്യനും ഒരു പാസ്റ്റിലെ കാര്യങ്ങളും മറക്കത്തില്ല അല്ലെ. അതെന്നും ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്ന കാര്യമാണ്. അപ്പം